സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയാണ് ഇവന്മാരെ ലഹരി മാഫിയക്കെതിരെയുള്ള യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ, അത് കഴിഞ്ഞ് ലഹരി വിൽക്കുന്ന ആൾക്കാർ, നമ്മൾ കഷ്ടപ്പെട്ട് പോലീസ് പിടിച്ചു പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പിന്നെയാണ് യഥാർത്ഥത്തിൽ താൻ ഉപയോഗിക്കത്തില്ല. കാരണം ഈ 10 വർഷത്തിനപ്പുറത്ത് പോകത്തില്ല. അവർ ബിസിനസ് ബാക്കി പറഞ്ഞാൽ ഈ ഇറക്കി ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ഉപയോഗിക്കുന്ന ഒരു യുവതലമുറയെ നശിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ധൈര്യസമേതം പോലീസിനെ വിളിക്കാനുള്ളതാണ്. കാരണം നമ്മൾ കൊണ്ട് ഈ പ്രതികളെ ക്യാച്ച് ചെയ്യും. കാരണം നമുക്കറിയാം, എന്നാലും നമ്മൾ അവരെ ചോദ്യം ചെയ്യില്ല. ആൾക്കാരും വിതരണം ചെയ്യുന്ന ആൾക്കാരും അതിനിടയ്ക്ക് ബിസിനസിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളുണ്ട്. അവർ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ ആ ആളിനെ കഴിഞ്ഞ ഈ യാത്രക്കിടെ ഞാൻ കണ്ടു. ഞാൻ ഈ സൈക്കിളിൽ ഇവർ ആദ്യം ചെയ്യുന്ന ഇവരെ കേസുകൾ പഠിക്കുക. കുറച്ച് അനുഭവം, നിങ്ങൾക്കുള്ള കുറച്ച് അനുഭവം. അതിൻ്റെ കൊലപാതകം മറ്റൊരു അനുഭവമാണ്. ഇങ്ങനെ നിങ്ങൾക്കുണ്ടാകുന്ന 10 നമ്പർ എന്താണ് ഷെയർ ചെയ്യുക. അത് ഹെൽമെറ്റ് ധരിക്കൂ ജീവൻ രക്ഷിക്കൂ എന്നുള്ള ഒരു സന്ദേശം കൊടുത്തുള്ള യാത്രയായിരുന്നു. അന്ന് ഞാൻ ഇതേണക്ക് കൊടുങ്ങല്ലൂർ വഴിയാണ് പോയത്. അന്ന് 1700 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 2025 കിലോമീറ്ററാണ്. 14 ജില്ല. അപ്പോൾ എല്ലാം ഇപ്പോൾ അഴീക്കോട് പോകണമെങ്കിൽ പോയി എങ്ങനെ തിരിച്ചു അങ്ങനെ കണക്കൂട്ടിയപ്പോൾ 2020. പിന്നെ ഞാൻ 4 ദിവസം മുമ്പ് വരെ ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്ന ഒരാളാണ്. സബ് ഇൻസ്പെക്ടറായിരുന്നു. റിട്ടയർ ചെയ്തു. ഓക്കെ, റിട്ടയർ ചെയ്ത് വീട്ടിലോട്ട് പോയില്ല, സൈക്കിളിലോട്ട് കയറി. ഇനി 26 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ച് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്ത സമയത്തുള്ള കുറേ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പം ഈ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഈ രാസലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്തണമെന്ന് കുറച്ച് നാളോട് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ റിട്ടയർ ചെയ്ത് കുറച്ച് നാൾ വീട്ടിലൊക്കെ പോയതിന് ശേഷമാണെങ്കിൽ നമുക്ക് ആ ചൂടൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് മുമ്പോട്ട് പോകാമെന്നുള്ളൊരു കണക്കൂട്ടിൽ ഇറങ്ങിയതാണ്. അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ എല്ലാം ഉദ്യോഗസ്ഥരാണ്, ജോലിക്കാരാണ്. ഇവർക്കൊന്നും കുഴപ്പമുള്ളവരില്ല. പക്ഷെ നമ്മുടെ അനിയന്മാർ, നമ്മുടെ മക്കൾ, ഇവരൊക്കെ ഏത് രീതിയിലാണ് പോകുന്നതെന്ന്, ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മുടെ അനിയന്മാർ നമ്മളെപ്പോലെ തന്നെ ആണ്. നമ്മൾ കുറച്ച് നല്ല രീതിയിൽ പോവുകയാണ്. അപ്പം നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ അനിയന്മാരല്ലേ നമ്മുടെ മക്കൾ എന്ന് നമ്മളൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് കാണുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വെഞ്ഞാറമൂട്ടിൽ ഒരു കുടുംബത്തിലെ 6 പേരെ ഒരാൾ കൊല്ലത്തില്ലല്ലോ. അപ്പോൾ അവൻ നല്ല സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, സുന്ദരിയായ കാമുകി ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ലഹരി മൂത്ത് വന്നപ്പോഴത്തേക്ക് അവരെ കൊല്ലുന്നൊരവസ്ഥയിലേക്ക് എത്തി. തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമയമാണ്. അതായത് അമ്മയും പെങ്ങളെയും ആരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. അവർക്ക് ആരെ വേണമെങ്കിലും കൊല്ലാനുള്ള ധൈര്യം അവർ കിട്ടുന്നത് അത് 3ാമത്തെ ഘട്ടത്തിലാണ്. 4ാമത്തെ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചൊരു 10ാമത്തെ വർഷമാകുമ്പോഴത്തേക്ക് ഈ ലഹരി അവർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. 30 വയസ്സൊക്കെയുള്ള ആൾക്കാർ അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 30 വയസ്സുകാരനൊക്കെ അറ്റാക്ക് വന്ന് മരിക്കും. അത് മരിക്കുന്നത് 80%. അറ്റാക്ക് വന്ന് 30 വയസ്സിന് താഴെ മരിക്കുന്നത് 80% ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു 1.5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ പല്ല് പിടിഞ്ഞു പോകും, പല്ല് തേക്കാൻ പറ്റത്തില്ല. അതാണ് ആദ്യം കാണുന്നൊരു ഇത്. ഒരു പെൺകുട്ടികളുടെ കാര്യം നമുക്കറിയാം. അവർ ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ അവർ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടും.